നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ മൗലികാവകാശങ്ങൾ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എന്താണ് സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച്, സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് ഒക്കെ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിനി പഠിക്കാൻ പോകുന്ന അവകാശം എന്ന് പറയുന്നത് എന്താണ്? മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണ്. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പുരാതനമായി തന്നെ എന്താണ് വലിയ പ്രശ്നങ്ങൾ രാഷ്ട്രങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഷയമാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതായത് ഒരു ഭരണാധികാരി ഒരു മതത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എന്താണ് ഈ അതിൻ്റെ നേതാവ് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് അദ്ദേഹം വിശ്വസിക്കാത്ത മതത്തിൽ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ എന്താണ് അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലേക്ക് എന്താണ് കൺവെർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ എന്താണ് ചരിത്രത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ജനാധിപത്യം മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യം മതവിശ്വാസം എന്നുള്ളത് മൗലിക അവകാശമായിട്ട് എന്താണ് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മതം സ്വീകരിക്കുന്നതിന് എന്താണ് ഓരോ പൗരനും എന്ത് ചെയ്യുന്നു? അത് അവകാശങ്ങൾ നൽകുന്നു. ഇത് ജനാധിപത്യത്തിൻ്റെ എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭരണാധികാരി വിശ്വസിക്കുന്ന ഒരു മതത്തിൽ തന്നെ എന്താണ് ജനങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യകതയില്ല. അല്ലെങ്കിൽ എന്താണ് ഭരണാധികാരി ഒരിക്കലും എന്താണ് ജനാധിപത്യത്തിൽ നിങ്ങളെ നിർബന്ധിക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മതത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ എന്താണ് എൻ്റെ മതത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കൺവെർട്ട് ചെയ്യണം എന്നുള്ളത് എന്താണ് ഈ ഭരണാധികാരി നിങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മതവിശ്വാസം എന്നുള്ളത്, മതവിശ്വാസം മൗലികാവകാശമാക്കുന്നത് എന്നുള്ളത് എന്താണ് ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മതവിശ്വാസത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പദമാണ് എന്തെന്ന് പറയുന്നത് മതേതരത്വം എന്ന് പറയുന്ന പദം. മതേതരത്വം അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ സെക്യുലറിസം എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന് പറയുന്ന പദം എന്താകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തുന്നത്. സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറയുന്ന പദം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ എന്നാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം, അതിനു മുന്നേ ഈ പറയുന്ന എന്താണ് മതേതരത്വം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ് ഒരു സെക്യുലർ ഡോക്യുമെന്റ് ആണ്, ഒരു മതേതരത്വ ഡോക്യുമെന്റ് ആണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. അതിൽ മതേതരത്വം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും എന്താണ് ആ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ് സെക്യുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉപയോഗിക്കുന്നത് സെക്യുലറിസം എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് സെക്യുലറിസം? നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും എന്താണ് എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കരുതുക എന്നുള്ളതാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മതേതരത്വം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം തന്നെ എല്ലാ മതങ്ങളെയും എന്ത് ചെയ്യുക? തുല്യമായിട്ട് കാണുക, അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളതല്ല. മത ഇതരത്വം അല്ലെങ്കിൽ എന്താണ് മത ഇതരമായതെന്തോ അതാണ് മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം. മതമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ എന്താ മത ഇതരമായ അവസ്ഥയാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇതൊരു പടിഞ്ഞാറൻ കാഴ്ചപ്പാടാണ്, ഒരു വെസ്റ്റേൺ കാഴ്ചപ്പാടാണ് എന്തെന്ന് പറയുന്നത് മതേതരത്വം എന്ന് പറയുന്നത്. അവിടെ ഈ മതേതരത്വം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയുമാണ്. അതായത് മതകാര്യങ്ങളിൽ എന്ത് ചെയ്യില്ല? ഭരണകൂടം ഇടപെടില്ല. അതുപോലെ തന്നെ എന്താണ് ഭരണകാര്യങ്ങളിൽ മതം ഇടപെടില്ല. ഇത്രയുമാണ് പടിഞ്ഞാറൻ ആശയമായ മതേതരത്വം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത്
മതകാര്യങ്ങളിൽ ഭരണകൂടമോ ഭരണ പ്രക്രിയയിൽ മതമോ ഇടപെടാത്ത ഒരു പടിഞ്ഞാറൻ ആശയമാണ് എന്തെന്ന് പറയുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ഇതിൽ നിന്നും വിഭിന്നമാണ്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ഇതിൽ നിന്നും വിഭിന്നമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ സെക്യുലറിസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഔദ്യോഗികമായിട്ട് ഒരു മതമില്ല. ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഇന്ത്യ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയാം. അതായത് ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നില്ല, ഒരു മതത്തെയും എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനർത്ഥം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും മതങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു, അനുവാദം തരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വന്തം ഇഷ്ടപ്രകാരം ഏത് മതം വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ ഒരു മതം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളോട് എന്ത് കാണിക്കില്ല, വിവേചനം കാണിക്കില്ല. നിങ്ങൾ ഈ മതം വിശ്വസിച്ചു അല്ലെങ്കിൽ ഇന്ന ഒരു മതം വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം നിങ്ങളോട് എന്ത് കാണിക്കില്ല, വിവേചനം കാണിക്കില്ല. മാത്രമല്ല മതവും ഭരണകൂടവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ പറഞ്ഞു, വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് മതത്തിന്റെ കാര്യവും ഭരണകൂടം ഭരണകൂടത്തിന്റെ കാര്യവുമാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടവും മതവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മതവും ഭരണകൂടവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മതവിശ്വാസം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മൊറാലിറ്റിക്ക് അതിന് ഭംഗം വരുത്തുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മതവിശ്വാസത്തിൽ ആരിടപെടും, ഭരണകൂടം ഇടപെടും. ഇതാണ് മതവും ഭരണകൂടവും എന്ത് ചെയ്യുന്നു, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ യൂറോപ്പിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ മതേതരത്വത്തിൽ ഈ പറയുന്ന ആശയമില്ല. നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ ഇക്വാളിറ്റി നടപ്പിലാക്കാം. അവിടെയൊന്നും സർക്കാർ എന്ത് ചെയ്യില്ല, നിങ്ങളത് നടപ്പിലാക്കണം. അല്ലെങ്കിൽ വിവേചനങ്ങൾ നടപ്പിലാക്കാം. അതെല്ലാം ശരിയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മതവിശ്വാസത്തിൽ ചെയ്യില്ല, ഗവൺമെന്റ് ഇടപെടില്ല. പക്ഷെ ഇന്ത്യയിൽ അത് നടക്കില്ല. നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വർണ്ണ വിവേചനം ആചരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിഭാഗത്തെ തടഞ്ഞു നിർത്തിയാൽ അല്ലെങ്കിൽ സ്ത്രീകളെ ഒഴിവാക്കിയാൽ ലിംഗവിവേചനം നടത്തിയാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ഭരണകൂടം ഇടപെടും. അത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ത്യൻ മതേതരത്വം എന്നുള്ളത് ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടൊരു മതമില്ല, ഇന്ത്യ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ആ മതം നിങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിൽ എന്ത് കാണിക്കില്ല, നിങ്ങളോട് യാതൊരു വിവേചനവും കാണിക്കില്ല. മാത്രമല്ല മതവും ഭരണകൂടവും എന്ത് ചെയ്യുന്നു, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നതിന്റെ കാതലായ സാരാംശം എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. അത് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ മതേതരത്വം അല്ലെങ്കിൽ മതേതരത്വം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇതാദ്യമായിട്ട് പറഞ്ഞത്.
ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 25, 26, 27, 28 എന്നിവയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ്? ആർട്ടിക്കിൾ 25 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പറയുന്നത് എല്ലാ വ്യക്തികൾക്കും അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാൻ, ആചരിക്കുവാൻ, എന്താണ്, പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട് എന്നാണ്. എന്താണ്? എല്ലാ വ്യക്തികൾക്കും അവരുടെ മനസ്സാക്ഷി പ്രകാരം ഇഷ്ടമുള്ള മതം എന്ത് ചെയ്യാം? സ്വീകരിക്കാം, എന്ത് ചെയ്യാം? ആചരിക്കാം. മൂന്നാമത്തെ എന്താണ്? പ്രചരിപ്പിക്കാൻ എന്തുണ്ട്? അവകാശമുണ്ട് എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞത്. അതായത് നിങ്ങളുടെ മനസാക്ഷിക്ക് നല്ലതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി പറയുന്ന ഏതൊരു മതവും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സ്വീകരിക്കാൻ കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. വ്യക്തികൾക്കാണ്. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന വ്യക്തികൾക്ക് നൽകുന്ന അവകാശമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ്. ഇത് നിങ്ങളുടെ തലയിൽ എന്താണ് പതിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആർട്ടിക്കിൾ 25 വ്യക്തികൾക്ക് നൽകുമ്പോൾ അതെന്താണ്? ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായിട്ടുള്ള മൗലിക അവകാശമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ വ്യക്തമായിട്ട് തന്നെ അത് മനസ്സിലാക്കണം. എന്താണ് ആർട്ടിക്കിൾ 25? എല്ലാ വ്യക്തികൾക്കും അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ കഴിയും. വെറുതെ സ്വീകരിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ മതാചാരങ്ങൾ പിൻപറ്റാൻ, മതചിഹ്നങ്ങൾ ധരിക്കുവാൻ, എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള മതം ആചരിക്കാം. ആചരിപ്പിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലത്, എൻ്റെ മതത്തിലേക്ക് നിങ്ങൾ വരൂ, എൻ്റെ മതം ഇത്രയും നല്ലതാണ് എന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ള അവകാശം കൂടി എന്ത് നൽകുന്നു? ഇന്ത്യൻ ഭരണഘടന അതിന്റെ ആർട്ടിക്കിൾ 25 നിങ്ങൾക്ക് അവകാശം നൽകുന്നു. എന്തെല്ലാമാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, എന്താണ്, ആചരിക്കാം, പ്രചരിപ്പിക്കാം. അപ്പോ ഏറ്റവും എന്താണ് എപ്പോഴും പ്രശ്നമുണ്ടാകുന്ന ഒരു ഇതാണ് മതപ്രചരണം എന്നുള്ളത്. ഈ മതപ്രചരണം എന്നുള്ളത് എന്താണ്? എപ്പോഴും പ്രശ്നമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും എന്താണ്, പൊളിറ്റിക്കൽ ഡിബേറ്റുകൾക്ക് കാരണമായ ഒരു വിഷയമാണ് മതപ്രചാരണം എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം എന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മതപരിവർത്തനം അല്ലെങ്കിൽ എന്താണ് നിർബന്ധിത മതപരിവർത്തനം നടത്താം എന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ മതത്തിന്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ എന്താണ്, നിങ്ങൾ നിർബന്ധിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ എന്ത് ചെയ്യാൻ പാടില്ല? മതപരിവർത്തനം നടത്താൻ പാടില്ല. എന്താണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 25 പ്രകാരം നിങ്ങൾക്ക് മതം പ്രചരിപ്പിക്കാം. പക്ഷെ എന്താണ്, നിർബന്ധിത മതപരിവർത്തനം എന്ത് ചെയ്യാൻ പാടില്ല? നിർബന്ധിത മതപരിവർത്തനം പാടില്ല. എന്താണ് നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളത്? എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ നടത്തുവാനായിട്ട് പാടുള്ളതല്ല. പിന്നെ എന്താണ്, നമ്മൾ എന്താണ് സംഘടനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് അസംബ്ലി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംഘടിക്കുവാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് എന്താണ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആയുധങ്ങൾ കൈവശം വെച്ചുകൊണ്ട് എന്താണ് പ്രകടനങ്ങൾ നടത്തുവാനോ സമ്മേളിക്കുവാനോ കഴിയില്ല. എന്നാൽ ഇന്ത്യയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് എന്താണ് അവരുടെ മത ആരാധനയുടെ ഭാഗമായിട്ട് വാള് പോലെയുള്ള ഒരു ആയുധം കൊണ്ടു നടക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. ആ മതവിഭാഗം എന്നുള്ളത് ഏതാണ്? സിഖ് മതവിഭാഗമാണ്. സിഖ് മതവിഭാഗം അവരുടെ മത ആരാധന പ്രകാരം ഉള്ള ഒരു ആയുധമാണ് കിർപ്പാൻ എന്ന് പറയുന്നത്. കിർപ്പാൻ അല്ലെങ്കിൽ കൃപാൻ എന്നെല്ലാം നിങ്ങൾ പുസ്തകങ്ങളിൽ കാണും. കിർപ്പാൻ അല്ലെങ്കിൽ കൃപാൻ ഇതെന്താണ്? ഒരു കത്തി പോലെയുള്ള ഒരു ആയുധമാണ്. എന്താണ് ഈ ആയുധം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ സിഖ് വംശജർക്ക് മാത്രം ഈ ആയുധങ്ങളുമായിട്ട് സമ്മേളിക്കാം, ഈ ആയുധങ്ങൾ കൈവശം കൊണ്ടു നടക്കാം. അതെന്താണ്? അത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ്.
അതവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അതവരുടെ എന്താണ്? മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ്? മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കിർപ്പാൺ എന്ന് പറയുന്ന ആയുധം കൊണ്ടു നടക്കുവാൻ സിഖുകാർക്ക് അനുമതി നൽകുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? അത് ആർട്ടിക്കിൾ 25 എല്ലാവർക്കും കഴിയില്ല. സിഖ് മതവിഭാഗങ്ങൾക്ക് മാത്രമാണ് മത ആചാരത്തിന്റെ ഭാഗമായിട്ട് എന്താണ് കിർപ്പാൺ എന്ന് പറയുന്ന ആയുധം കൊണ്ടു നടക്കുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഈ പറയുന്ന നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റേറ്റും ഭരണകൂടവും തമ്മിൽ എന്താണ് വ്യത്യാസമില്ല. ഇന്ത്യൻ മതേതരത്വത്തെ സംബന്ധിച്ച സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടവും മതവും വിശ്വാസവും തമ്മിൽ എന്താണ് വിഭിന്നമായിട്ടുള്ള നിലപാടുകളല്ല. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ മതവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മത സംഘടനകളുടെ എന്താണ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക ഇടപാടുകൾ ആർക്ക് പരിശോധിക്കുവാൻ കഴിയും? ഗവൺമെന്റിന് പരിശോധിക്കുവാൻ കഴിയും. അതുകൂടി മനസ്സിലാക്കുക. എന്താണ് മതവിഭാഗങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ആർക്ക്? ഗവൺമെന്റിന് പരിശോധിക്കുവാൻ കഴിയും. നിങ്ങളുടെ മതത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ സർക്കാർ പരിശോധിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മതവിശ്വാസത്തിലുള്ള ഇടപെടലല്ല എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് അപ്പൊ നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 25 ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ആചരിക്കാൻ, പ്രചരിപ്പിക്കുവാൻ അവകാശം നൽകുന്നു. എന്നാൽ എന്താണ് അതിൽ നിർബന്ധിത മതപരിവർത്തനം വരില്ല. സിഖ് വിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കിർപ്പാൺ എന്ന് പറയുന്ന ആയുധം കൊണ്ടു നടക്കാം. മതവിഭാഗങ്ങളുടെ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിനായിട്ട് ആർക്ക് അവകാശമുണ്ട്? ഗവൺമെന്റിന് പരിശോധിക്കുന്നതിനായിട്ട് അധികാരമുണ്ട് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൽ മനസ്സിലാക്കണം. നമ്മൾ എല്ലാ മൗലികാവകാശങ്ങളും പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ് മൗലികാവകാശങ്ങൾ എന്നുള്ളത് എന്തല്ല? സമ്പൂർണ്ണമല്ല. ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല? സമ്പൂർണ്ണമല്ല, കംപ്ലീറ്റ് അല്ല. എന്തുണ്ട്? അവിടെ ചില ന്യായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്? ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശത്തിനും എന്തുണ്ട്? ചില ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഒന്ന്, പൊതുസമാധാനം. അതായത് നിങ്ങളുടെ മതവിശ്വാസം എന്നുള്ളത് പൊതുസമാധാനത്തെ തകർക്കുന്നതാണെങ്കിൽ അതിനെന്താണ് താൽക്കാലികമായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായിട്ട് ആർക്ക് കഴിയും? ഗവൺമെന്റിന് കഴിയും. യാതൊരു സംശയവും വേണ്ട. പിന്നെ മറ്റുള്ളൊരു സംഭവമാണ് മൊറാലിറ്റി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അതായത് ഭരണഘടനയ്ക്ക് എന്തുണ്ട്? ഭരണഘടനയുടേതായിട്ടുള്ള ഒരു മൊറാലിറ്റി ഉണ്ട്. നിങ്ങളുടെ മതവിശ്വാസം എന്നുള്ളത് ഭരണഘടനയുടെ മൊറാലിറ്റിയെ ലംഘിക്കുന്നതാണെങ്കിൽ അവിടെയും ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ മുകളിൽ ഇടപെടുവാനായിട്ട് കഴിയും. മൂന്നാമത്തേതാണ് ആരോഗ്യം അഥവാ ഹെൽത്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ മതവിശ്വാസം എന്നുള്ളത് ആരോഗ്യത്തെ എന്ത് ചെയ്യുന്നതാണ്? ഹനിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ മതവിശ്വാസം എന്നുള്ളത് ആരോഗ്യത്തെ ഹനിക്കുന്നത്, ഒരാളുടെ ജീവൻ ആപത്ത് വരുത്തുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ മതവിശ്വാസത്തിൽ ഇടപെടുവാനായിട്ട് ഗവൺമെന്റിന് കഴിയും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ കൊറോണ പോലെയുള്ള മഹാവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്ന നിങ്ങളുടെ മതവിശ്വാസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ഇവിടുത്തെ സ്റ്റേറ്റിന് കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഹെൽത്ത് അഥവാ ആരോഗ്യമായിരുന്നു. അത് ഗവൺമെന്റിന് പരിഗണിച്ചേ കഴിയൂ. നിങ്ങളുടെ മതവിശ്വാസത്തിന് മുകളിലാണ് ആരോഗ്യം എന്നുള്ള ഗവൺമെന്റിന്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് എന്താണ് സ്വാഭാവികമായിട്ടും അതിനെ ബാധിക്കുന്നതാണ് നിങ്ങളുടെ മതവിശ്വാസമെങ്കിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് നിങ്ങളുടെ മതവിശ്വാസത്തിന് മുകളിൽ ഏർപ്പെടും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റു മൗലികാവകാശങ്ങളെ
ലംഘിക്കുന്നതാണെങ്കിൽ, അതായത് നിങ്ങളുടെ മതവിശ്വാസം എന്നുള്ളത്, നിങ്ങളുടെ മതവിശ്വാസം മറ്റൊരു പൗരന്റെ ഏതെങ്കിലും ഒരു മൗലിക അവകാശത്തെ ലംഘിക്കുന്നു എന്ന് മനസ്സിലാകുന്ന പക്ഷം സ്വാഭാവികമായിട്ടും എന്തു വരും? നിങ്ങളുടെ മതവിശ്വാസത്തിന് താൽക്കാലികമായിട്ട് എന്താണ് ഒരു കർട്ടൻ ഇടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മതവിശ്വാസത്തെ താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യുവാനായിട്ട് ഭരണകൂടത്തിന് കഴിയും. ഇത് നാലുമാണ് എന്തെന്ന് പറയുന്നത് ഇതിനുള്ള ന്യായ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? പൊതുസമാധാനം തകർന്നാൽ നിങ്ങളുടെ മതവിശ്വാസത്തിന് മേൽ എന്താണ് സ്റ്റേറ്റ് ഇടപെടും. മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താണ് അതിനെ ബാധിക്കുന്നതാണ് നിങ്ങളുടെ മതവിശ്വാസമാണെങ്കിലും സ്റ്റേറ്റ് എന്ത് ചെയ്യും? നിങ്ങളുടെ മതവിശ്വാസത്തിന് മുകളിൽ ഇടപെടും. മൂന്നാമത്തേത് എന്താണ്? ഹെൽത്ത് ആണ്. ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് നിങ്ങളുടെ മതവിശ്വാസമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സ്റ്റേറ്റ് നിങ്ങളുടെ മതവിശ്വാസത്തിന് മുകളിൽ ഏർപ്പെടും. അപ്പോ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മതവിശ്വാസം എന്നുള്ളത് മറ്റൊരു പൗരന്റെ മൗലിക അവകാശത്തെ ലംഘിക്കുന്ന പക്ഷം എന്താണ് നിങ്ങളുടെ മതവിശ്വാസത്തിൽ ഇടപെടുവാനായിട്ട് ആർക്ക് കഴിയും? സ്റ്റേറ്റിന് കഴിയും. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ പഠിച്ചത് ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 25 എന്താണ് പറയുന്നത്? എല്ലാ വ്യക്തികൾക്കും എന്താണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും എന്താണ് ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കുവാനും ഇഷ്ടമുള്ള മതം ആചരിക്കുവാനുമുള്ള അവകാശത്തെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ എന്താണ് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 26. ആർട്ടിക്കിൾ 26 പറയുന്നത് എന്താണ്? മതപരമായിട്ടുള്ള ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് മതവിഭാഗങ്ങൾക്ക് നൽകുന്ന അവകാശമാണ്. എന്താണ്? മതപരമായിട്ടുള്ള ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന്, അത് നടപ്പിലാക്കുന്നതിന് മതവിഭാഗങ്ങൾക്ക് എന്താണ് ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടിക്കിൾ 25 ആൻഡ് 26? ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 26 തമ്മിലുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ആർട്ടിക്കിൾ 25 പറയുന്നത് ഒരു വ്യക്തിയുടെ എന്തിനെ കുറിച്ചാണ്? മതസ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 26 പറയുന്നത് മതവിഭാഗത്തിനുള്ള എന്തിനെ കുറിച്ചാണ്? മതസ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. എന്താണ്? ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 26 തമ്മിലുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 ഒരു വ്യക്തിക്കുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആർട്ടിക്കിൾ 26 പറയുന്നത് മതവിഭാഗങ്ങൾക്കുള്ള സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്. മതവിഭാഗങ്ങൾക്ക് നൽകുന്ന മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു മതവിഭാഗം എന്ന് പറയുന്നത്? നമ്മൾ അത് പഠിക്കണം. എന്താണ് ഒരു മതവിഭാഗം? എന്താണ് മതവിഭാഗം എന്ന് പറയുന്നത്? മതവിഭാഗം എന്ന് പറയുന്നത് അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. ഒരു മതവിഭാഗം എന്നുള്ളത് ഒരു മതത്തിന്റെ ഭാഗമായിരിക്കണം. ഒന്നാമത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അതാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണത്. ഒരു മതവിഭാഗം എന്നുള്ളത് ആ മതത്തിന്റെ, അതായത് ഹിന്ദു മതത്തിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അതെന്തായിരിക്കണം? ആ മതത്തിന്റെ ഭാഗമായിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട 3 ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് അതൊരു മതവിഭാഗമായിട്ട് മാറുന്നത്. എന്താണ്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിനൊരു വ്യതിരിക്തമായിട്ടുള്ള പേരുണ്ടാകണം. എന്താണ്? ഒരു വ്യതിരിക്തമായിട്ടുള്ള പേരുണ്ടാകണം. ഒരു വ്യതിരിക്തമായ പേരുണ്ടാകണം. എന്താണ്? ഒരു മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് അതിനൊരു പേരുണ്ടാകണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് അതിനൊരു പിന്തുടർച്ചക്കാരുടെ സംഘടന സംവിധാനം വേണം. പിന്തുടർച്ചക്കാരുടെ സംഘടന സംവിധാനം വേണം. മൂന്നാമത്തേത് എന്താണ്?
അതിനൊരു വിശ്വാസ പ്രമാണം അഥവാ വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ എന്താണ് സിസ്റ്റം ഓഫ് ഫെയ്ത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനൊരു വിശ്വാസ പ്രമാണം വേണം. ആ വിശ്വാസ പ്രമാണം എന്നുള്ളത് അതിലെ അംഗങ്ങളെ എന്തിലേക്ക് നയിക്കണം? ആത്മീയ നിർവൃതിയിലേക്ക് നയിക്കണം. ഇങ്ങനെ ഈ പറയുന്ന 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ അതൊരു ഒരു മതത്തിന്റെ ഭാഗമാവുകയും ചെയ്താൽ അതെന്തായി മാറി? അതൊരു മതവിഭാഗമായി മാറി. എന്താണ്? അതിന് വ്യത്യസ്തമായിട്ടുള്ള, മറ്റുള്ളതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള, വ്യതിരിക്തമായിട്ടുള്ള എന്തുണ്ടാകണം? ഒരു പേരുണ്ടാകണം. രണ്ടാമത്തേത് എന്താണ്? അതിന് പിന്തുടർച്ചക്കാരുടെ എന്ത് വേണം? ഒരു സംഘടനാ സംവിധാനം വേണം. പിന്നെ എന്താണ്? അവർക്കൊരു സിസ്റ്റം ഓഫ് ഫെയ്ത്ത്, അവർക്ക് മാത്രമായിട്ടുള്ള എന്താണ്? ഒരു സിസ്റ്റം ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ എന്താണ്? വിശ്വാസ പ്രമാണം വേണം. ഇത് 3ഉം ഫുൾഫിൽ ചെയ്യുന്ന പക്ഷം അതെന്തായി മാറും? അതിനെ നമ്മൾക്കൊരു മതവിഭാഗം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിനുദാഹരണമാണ് നിങ്ങൾ RK മിഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? രാമകൃഷ്ണ മിഷൻ. RK മിഷൻ എന്ന് പറയുന്നത് മതവിഭാഗത്തിന് ഉദാഹരണമാണ്. RK മിഷൻ, രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മതവിഭാഗത്തിന് ഉദാഹരണമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആര്യ സമാജം. ഇതെന്താണ്? ഇത് ഒരു മത വിഭാഗത്തിന് ഉദാഹരണമാണ്. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ഉദാഹരണമായിട്ടുള്ള മതവിഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്താ? RK മിഷൻ എന്ന രാമകൃഷ്ണ മിഷനും ആര്യ സമാജം എന്നുള്ള ഇത്. ഈ 2ഉം എന്താണ്? ഈ പറയുന്ന മതവിഭാഗം എന്നുള്ളതിന്റെ പരിധിയിൽ പെടുന്നതാണ്. അത്തരം മതവിഭാഗങ്ങൾക്ക് നൽകുന്ന മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 26 പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. 25 വ്യക്തിയുടെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 26 മതവിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് മതവിഭാഗം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോ ഈ മതവിഭാഗങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങൾ ഈ മതവിഭാഗങ്ങൾക്ക് അനുവദിക്കുന്നുണ്ട്? പ്രധാനമായിട്ടും 4 രീതിയിലാണ്, 4 സ്വാതന്ത്ര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന മതവിഭാഗങ്ങൾക്ക് അനുവദിച്ചു നൽകുന്നത്. അതിൽ ഒന്നാമത്തേതാ മതസ്ഥാപനങ്ങൾ എന്ത് ചെയ്യാനുള്ള, രൂപീകരിക്കുന്നതിന്, അത് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള അവകാശമാണ്. എന്താണ്? മതസ്ഥാപനങ്ങൾ രൂപീകരിക്കുവാൻ, പിന്നെന്താണ്? അത് നടത്തിക്കൊണ്ടു പോകുവാൻ ഉള്ള അവകാശമാണ്. രണ്ടാമത്തേത് മതപരമായിട്ടുള്ള ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനും അതെന്താണ്? അത് ആചരിക്കുന്നതിനുമായിട്ടുള്ള അവകാശമാണ്. എന്താണ്? മതപരമായ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനും അത് പാലിക്കുന്നതിനുമുള്ള അവകാശം. മൂന്നാമത്തേത് ഈ മതവിഭാഗങ്ങൾക്ക് എന്താണ്? സ്വത്തുക്കൾ, അത് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, എന്തായാലും സ്വത്തുക്കൾ എന്താണ്? സ്വത്തവകാശമാണ്. മതവിഭാഗങ്ങളുടെ സ്വത്തവകാശം, മതവിഭാഗങ്ങളുടെ എന്താണ്? സ്വത്തവകാശമാണ്. അവർക്ക് എന്ത് ചെയ്യാം? സ്വത്തവകാശം മതവിഭാഗങ്ങൾക്ക് എന്തുണ്ട്? അവരുടെ സംഘടനയുടെ പേരിൽ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വാങ്ങുന്നതിനായിട്ടുള്ള അവകാശം ആർക്കുണ്ട്? മതവിഭാഗങ്ങൾക്കുണ്ട്. നാലാമത്തെ അവകാശം എന്ന് പറയുന്നത് ഈ വാങ്ങിയ പ്രോപ്പർട്ടികൾ എന്ത് ചെയ്യാനാണ്? സ്വത്ത് വിനിയോഗം ചെയ്യുന്നതിനായിട്ട്, അവരുടെ സംഘടനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതിലെ അംഗങ്ങളുടെ എന്താണ് ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഈ സ്വത്തുക്കൾ എന്ത് ചെയ്യാൻ കഴിയും? സ്വത്ത് വിനിയോഗിക്കുന്നതിനായിട്ട് സാധിക്കും. ഇങ്ങനെ 4 അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന മതവിഭാഗങ്ങൾക്ക് നൽകുന്നത്. ഈ മതവിഭാഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ശബരിമല സ്ത്രീ പ്രവേശന കേസ് എന്ന് പറയുന്നത്. അന്ന് കോടതി പരിശോധിച്ചത് അയ്യപ്പ ഭക്തന്മാരെന്ന് പറയുന്നത് ഈ മതവിഭാഗത്തിൽ പെടുമോ എന്നുള്ളതായിരുന്നു. കോടതി പറഞ്ഞത് അയ്യപ്പന്മാർ എന്ന് പറയുന്നത് ഹിന്ദുമതത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണ്, അവരെന്തായിട്ട് കണക്കാക്കാൻ കഴിയില്ല.
ഒരു പ്രത്യേക മതവിഭാഗമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ 4 അവകാശങ്ങളാണ് മതവിഭാഗങ്ങൾക്ക് നൽകുന്നത്. മതസ്ഥാപനങ്ങൾ രൂപീകരിക്കാൻ നടത്തിപ്പിനുള്ള അവകാശം, പിന്നെന്താണ് മതപരമായിട്ടുള്ള ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, മതവിഭാഗങ്ങൾക്ക് എന്താണ് സ്വത്തവകാശം, മാത്രമല്ല എന്താണ് ഈ സ്വത്ത് വിനിയോഗിക്കുന്നതിനായിട്ടുള്ള അവകാശം. ഇങ്ങനെ 4 അവകാശങ്ങളാണ് മതവിഭാഗങ്ങൾക്ക് നൽകുന്നത്. ഇതും എന്തല്ല, ഇതും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അവകാശമല്ല, സമ്പൂർണമല്ല. ഇതിനും എന്തുണ്ട്? ന്യായ നിയന്ത്രണങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? പൊതുസമാധാനം. ഈ മതവിഭാഗങ്ങളുടെ എന്താണ് അല്ലെങ്കിൽ മതവിശ്വാസത്തിൽ അല്ലെങ്കിൽ അവരുടെ മതവിഭാഗങ്ങളുടെ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൊതുസമാധാനത്തെ ഹനിക്കുന്നതാകാൻ പാടില്ല. എന്താണ്? പൊതുസമാധാനത്തെ ഹനിക്കുന്നതാകാൻ പാടില്ല. രണ്ടാമത്തേത് എന്താണ്? ആരോഗ്യം അഥവാ ഹെൽത്ത്. പൊതുസമാധാനം, ആരോഗ്യം, അതായത് ഈ പറയുന്ന വിഭാഗങ്ങളുടെ മതവിശ്വാസം എന്ന് പറയുന്നത് എന്തിനെ ഹനിക്കുവാൻ പാടില്ല? ആരോഗ്യത്തെ ഹനിക്കുന്നതാകാൻ പാടില്ല. പിന്നെ എന്താണ്? മൂന്നാമത്തേത് ധാർമ്മികത അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അതായത് ഈ പറയുന്ന മതവിഭാഗങ്ങളുടെ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിനെ ഹനിക്കാൻ പാടില്ല? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ ഹനിക്കുവാനായിട്ട് പാടില്ല. അപ്പൊ എന്തൊക്കെയാണ് ന്യായ നിയന്ത്രണങ്ങൾ? പൊതുസമാധാനത്തെ ഹനിക്കാൻ പാടില്ല, ആരോഗ്യം അഥവാ ഹെൽത്തിനെ ഹനിക്കാൻ പാടില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഹനിക്കാൻ പാടില്ല. ഇവിടെ എന്തില്ല? 4ാമത്തെ പോയിന്റ് ഇല്ല. അതായത് ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട പോയിന്റ് ഈ പറയുന്ന മതവിഭാഗങ്ങളുടെ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടില്ല. ഇത് 3മാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 26ന്റെ ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 26 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 26 പറയുന്നത് ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന്, അത് പാലിക്കുന്നതിന് എന്താണ് മതവിഭാഗങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 27 ആണ്. ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 27 പറയുന്നത് മതനവീകരണത്തിന്, പരിഷ്കരണത്തിന്, വികസനത്തിന് എന്താണ് വ്യക്തികളിൽ നിന്ന് നികുതി പിരിവ് പാടില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 27 പറയുന്നത് എന്താണ്? മത നവീകരണത്തിനോ പരിഷ്കരണത്തിനോ വികസനത്തിനോ വ്യക്തികളിൽ നിന്ന് നികുതി പിരിവ് പാടില്ല, അല്ലെങ്കിൽ നികുതി പിരിവ് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയാം. നികുതി പിരിവ് നിരോധിച്ചിരിക്കുന്നു. അതായത് ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? പൗരന്മാരിൽ നിന്ന് നികുതി അഥവാ ടാക്സ് ഈടാക്കാൻ പാടില്ല. എന്താണ് നികുതി അല്ലെങ്കിൽ ടാക്സ്? അതിപ്പോ ഏത് മതവിഭാഗവും ആയിക്കോട്ടെ കേട്ടോ. ഒരു മതവിഭാഗം, ഇപ്പൊ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, ആർക്ക് വേണ്ടിയിട്ടായാലും എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ മതവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസം വളർത്തുന്നതിനായിട്ട്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മത കാര്യങ്ങളിൽ എന്താണ് പുരോഗമനം ഉണ്ടാക്കുന്നതിനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നികുതി അഥവാ ടാക്സ് ഏർപ്പെടുത്താൻ പാടില്ല. നികുതി അഥവാ ടാക്സ് ഏർപ്പെടുത്താൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നാം, ഇപ്പൊ നമ്മൾ ദേവസ്വത്തിന്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടെ എന്തുണ്ട്? ചില കാര്യങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തുന്നുണ്ട്. എന്താണ്? ഫീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫീസ് എന്ന് പറയുന്നത് എന്തല്ല,
നികുതിയല്ല, ടാക്സ് അല്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സേവനത്തിന് നിങ്ങൾ കൊടുക്കുന്ന തുക മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഫീസ് ഏർപ്പെടുത്താം. ഈ ആർട്ടിക്കിൾ 27 പറയുന്നത് മത നവീകരണത്തിനോ പരിഷ്കരണത്തിനോ വികസനത്തിനോ എന്ത് ഏർപ്പെടുത്താൻ പാടില്ല എന്നാണ്, നികുതി ഏർപ്പെടുത്താൻ പാടില്ല എന്നാണ്. പക്ഷെ ഫീസ് എന്ന് പറയുന്നത് എന്താണ്? അനുവദനീയമാണ്. കാരണം എന്താണ്? ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സേവനത്തിന് നിങ്ങൾ കൊടുക്കേണ്ട ഒരു തുക മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 27 പ്രകാരം നികുതി ഏർപ്പെടുത്താൻ പാടില്ല. ഫീസ് എന്ന് പറയുന്നത് എന്താണ്? അനുവദനീയമാണ്. അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ആർട്ടിക്കിൾ 27 മതനവീകരണത്തിന് പരിഷ്കാരത്തിന് വികസനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വ്യക്തികളിൽ നിന്ന് നികുതി ഏർപ്പെടുത്തുവാനായിട്ട് സർക്കാരിനെ എന്ത് ചെയ്യുന്നു? നിരോധിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? ആർട്ടിക്കിൾ 28 ആണ്. ആർട്ടിക്കിൾ 28 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 28 പറയുന്നത് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള പ്രബോധനങ്ങൾ എന്ത് ചെയ്യുന്നു? നിരോധിച്ചിരിക്കുന്നു. എന്താണ് ആർട്ടിക്കിൾ 28 പറയുന്നത്? പൂർണ്ണമായും സ്റ്റേറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപ്രചരണം, പ്രബോധനം എന്നിവ നിരോധിച്ചിരിക്കുന്നു. എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 28 പൂർണ്ണമായിട്ടും സ്റ്റേറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യുന്നു? മതപ്രബോധനം, മതപ്രചരണം എന്നിവ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 28 പ്രകാരം എന്ത് ചെയ്തിരിക്കുന്നു? നിരോധിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും 4 ആയിട്ട് തിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് ഇതാണ്, പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവ. ഇനി മറ്റൊരു രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഉടമസ്ഥാവകാശം ഗവൺമെന്റ്, അതായത് നടത്തിപ്പവകാശം എന്ന് പറയുന്നത് ഗവൺമെന്റിനായിരിക്കും. അതായത് അവിടെ ഭരണം എന്ന് പറയുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. പക്ഷെ അതിന്റെ ഉടമ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇനി മൂന്നാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഒരു നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഗവൺമെന്റിൽ നിന്ന് സഹായം സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ പ്രധാനമായും 4 രീതിയിലാണ് തിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? പൂർണ്ണമായിട്ടും എന്താണ് ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. രണ്ടാമത്തേത് ഭരണം ഗവൺമെന്റിനായിരിക്കും, ഉടമസ്ഥാവകാശം എന്നുള്ളത് ഒരു ട്രസ്റ്റിനായിരിക്കും. പിന്നെ എന്താണ്? ഗവൺമെന്റ് അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നാലാമത്തെ എന്താണ്? ഗവൺമെന്റിൽ നിന്ന് സഹായം സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രധാനമായിട്ടും തിരിക്കുന്നത്. അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 28 പ്രകാരം മതപ്രചരണം, മതപ്രബോധനം എന്നിവ നിരോധിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ അർത്ഥം ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ എന്താകാം? മതപ്രചരണമോ മതപ്രബോധനമോ ആകാം. എന്താണ്? ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ മതപ്രചരണമോ എന്താണ് മതപ്രബോധനമോ ആകാം. അത് സ്വീകരിക്കണമേ എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ഇഷ്ടമാണ്. മാത്രമല്ല ഇത് കുട്ടികളിൽ നടത്തണമെങ്കിൽ എന്ത് വേണം? മാതാപിതാക്കളുടെ, കുട്ടി മൈനറാണ്, അപ്പൊ എന്ത് വേണം? മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമാണ്.
നിങ്ങൾക്കറിയാം, ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ചില വിഭാഗങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യും? അവരുടെ മത വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ കുട്ടികളെ പങ്കെടുപ്പിക്കും. അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ അവർ പങ്കെടുപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ പരിപൂർണമായിട്ടുള്ള എന്ത് വേണം? സമ്മതമുണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ അങ്ങനെ പങ്കെടുപ്പിക്കുവാൻ കഴിയൂ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ഈ പറയുന്ന മതപ്രചരണം, പ്രബോധനം എന്നിവ ആർട്ടിക്കിൾ 28 പ്രകാരം നിരോധിച്ചിരിക്കുന്നത് എവിടെയാണ്? പൂർണ്ണമായിട്ടും ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. ഈ പറയുന്ന ബാക്കി 3 സ്ഥലങ്ങളിലും എന്താകാം? സ്വയം ഇഷ്ടപ്രകാരമായിട്ട് എന്ത് ചെയ്യാം? മതപ്രചരണം, പ്രബോധനം എന്നിവ അനുവദനീയമാണ്. അപ്പോൾ നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ്? ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയുള്ള എന്താണ് മത സ്വാതന്ത്ര്യവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എന്ത് ചെയ്യുക? ഒരു കാര്യങ്ങളും നിങ്ങൾ കാണാതെ പഠിക്കരുത്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ എന്താണ്? ഇപ്പോൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും എന്താണ് ഈ ക്ലാസ്സോടുകൂടി അവസാനിക്കുകയാണ്. ഇനി എന്താണ്? വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായിട്ടുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ച് എന്താണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതിന്റെ അടുത്ത ഭാഗവുമായിട്ട് എന്താണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.